പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി ആൻഡ് ഫെർട്ടിലിറ്റി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുക. ബിക്കോസ് അതിൻ്റെ എക്സ്പേർട്സ് ആണ്, ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സ്പേർട്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഹായ്, വെൽക്കം ടു ആരോഗ്യം. എൻ്റെ പേര് മഞ്ജു ആൻഡ് ഐ ഹാവ് two experts here, Dr. Shruti and Dr. Prajwal. Welcome to Arogyam. Hi. ഈ പറഞ്ഞ പോലെ ഞാനിതിൽ ഫെർട്ടിലിറ്റി ഐ എം ഫെമിലിയർ വിത്ത്, പ്ലാസ്റ്റിക് സർജറി ഐ എം വെരി മച്ച് ഫെമിലിയർ വിത്ത്. നമ്മളിത് രണ്ടും കേട്ടിട്ടുണ്ട്. കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ ആക്ച്വലി ഡോക്ടറുടെ പ്രൊഫൈലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതെൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ബേസിക്സ് ആണ് എനിക്കറിയാം. യുവർ സ്പെഷ്യലൈസേഷൻ ഇസ് ഇൻ ഗൈനക്കോളജി ആൻഡ് സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഇസ് ഇൻ കോസ്മെറ്റിക് ഗൈനക്കോളജി അല്ലേ? യെസ്. ബാക്കി പറഞ്ഞുതരൂ, വാട്ട് എക്സാക്ട്ലി ഈസ് കോസ്മെറ്റിക് സർജറി? മിസ്റ്റേക്ക് ഒന്നുമല്ല, ഡെഫിനറ്റ്ലി. ബിക്കോസ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഇപ്പോൾ ഒരു പുതിയ ഒരു സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് ഇറ്റ് ഇസ് എമർജിങ്. ഓക്കെ, സോ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഇൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഇൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ബിക്കോസ് ഇതൊരു അൺടച്ച്ഡ് സബ്ജക്റ്റ് ആണ്. മീൻസ് പേഷ്യൻസ് ഹാവ് കംപ്ലെയിൻസ്, ഫീമെയിൽസ് ഹാവ് കംപ്ലെയിൻസ്. അതിനെങ്കിൽ ഡയറക്റ്റ് ഡെർമറ്റോളജിസ്റ്റ് അടുത്ത് പോകണോ, ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോകണോ? പീപ്പിൾ ആർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. സോ ഇൻ ദാറ്റ് വേ those procedures, ഇത് നമ്മളിപ്പോൾ ഗൈനക്കോളജിക്കൽ റിലേറ്റഡ് ലൈക്ക് പെരീനിയൽ പാർട്സ്, ദി സോ കോൾഡ് പ്രൈവറ്റ് പാർട്സ്, സോ അതിടെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പുതിയതായിട്ടൊരു ഫീൽഡ് ഒരു നെയിം ആയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് കോസ്മെറ്റിക് ഡെഫിനറ്റ്ലി ആണ്, എങ്കിൽ അതിടെ ഒരുമിച്ച് ഒരു ഫങ്ഷണൽ വാല്യൂസ് ഉണ്ട്. ബിക്കോസ് സോ നോട്ട് ജസ്റ്റ് ബ്യൂട്ടിഫിക്കേഷൻ, യു പുട്ട് ഇറ്റ് റൈറ്റ്ലി. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ലൈക്ക് സ്ട്രെസ്, യൂറിനറി ഇൻകോണ്ടിനൻസ്, വെജൈനൽ ലാക്സിറ്റി, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും അല്ല. ബിക്കോസ് ദീസ് പ്രൊസീജിയേഴ്സ് കംസ് കൈൻഡ് ഓഫ് നോൺ സർജിക്കൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. ഇപ്പോൾ ചുമക്കുമ്പോൾ തുമ്മുമ്പോൾ മൂത്ര പോകുന്നത്, ഇപ്പോൾ എല്ലാം ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേക്ക് വെജൈനൽ ലാക്സിറ്റി ആവും. വെജാന ഇസ് എ വെരി എലാസ്റ്റിക് സ്ട്രക്ചർ. സോ പ്രസവിച്ച ശേഷം ആഫ്റ്റർ ഏജിങ് പ്രോസസ് എങ്ങനെ നമ്മൾ മുഖത്തിൽ കൊലാജൻ കുറവായി എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, കൊലാജൻ എടുത്തോളൂ ആൻഡ് ഓൾ ദ സെയിം വേ കൊലാജൻ കണ്ടൻസ് ത്രൂ ഔട്ട് ദി ബോഡി കുറവാകും. അപ്പോൾ നമുക്ക് വൺ ഓഫ് ദി ഓർഗൻ വിച്ച് ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ഇസ് വെജൈന. സോ എല്ലാവരും ആൾക്കാർ അതിനെ തുറന്ന് പറയാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ എല്ലാവരും ദേ ഡോണ്ട് ഓപ്പൺ അപ്പ് പേഷ്യൻറ്റ് വൈസ്. സോ ഇപ്പോൾ അതിനെ കുറച്ചും കൂടി ദേ ആർ ഓപ്പണിംഗ് അപ്പ് and we are giving treatments for that. അതുകൊണ്ടാണ് ഇപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജി കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിൽ വെജൈനോപ്ലാസ്റ്റി പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അതായത് ഇതിൽ നമുക്കൊരു ഡോക്ടറുടെ, ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണമെന്ന്. കാരണം നമുക്ക് മനസ്സിലാവില്ലല്ലോ ഈ പറഞ്ഞതുപോലെ, ഒന്ന് അതൊരു പ്രൈവറ്റ് പാർട്ടാണ്, രണ്ട് നോർമലി വരുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ്, ഹൗ വുഡ് വൺ നോ ദാറ്റ് ഒരു വെജൈനോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ദർ ഇസ് എ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്, ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ട പ്രശ്നമാണെന്ന്? വെജൈനോപ്ലാസ്റ്റി ആസ് ഐ ടോൾഡ് ഇറ്റ് ഈസ് മോർ ഫങ്ഷണൽ. പറഞ്ഞാൽ ആസ് I told, it's more of a sexual complaint. അപ്പോൾ അവർക്ക് ആ ഒരു ലാക്സിറ്റി ഫീൽ ആവും. might be her own complaint, ഇപ്പോൾ മുമ്പ് പോലെ എനിക്ക് വന്നപ്പെടുമ്പോൾ I am not getting satisfied that much. Even the husband will complain. Like I can call almost 50% female side വരും complaints ആയിട്ട്. Husbands also get their wife. It's more of a opinion from the other person, other നേരത്തെ പോലെ അല്ലാന്ന് ഹസ്ബൻഡ് പറയും. Your partner will give you some like they and her feeling will, it's like see Vajana, I always explain like it's a നമ്മൾ മുടിക്ക് വെക്കാനുള്ള ഒരു റബ്ബർ ബാൻഡ് പോലെ. ഇറ്റ് ഹാസ് സോ മച്ച് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി വരുന്നുണ്ടല്ലോ. സോ അത്ര എക്സ്പാൻഡ് ആയിട്ടുണ്ടാവും. വീണ്ടും അത് തിരിച്ച് ആ ഒരു പ്രീ ഡെലിവറി സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഇറ്റ്സ് നോട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി ടു ദാറ്റ് സ്റ്റേജ്. സോ ഇൻ ദാറ്റ് വേ ആ ലാക്സിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എത്ര ഡെലിവറി ആയിട്ടുണ്ടാവും. പ്രോബബ്ലി സിസേറിയനായ ശേഷം അത്ര ലാക്സ് ഉണ്ടാവില്ല കമ്പയർഡ് ടു നോർമൽ ഡെലിവറി. സോ ഒരു പ്രാവശ്യം പ്രസവിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പ്രസവിച്ചു, നാലാമത്തെ പ്രാവശ്യം പ്രസവിച്ചു, അത്രേ എക്സ്പാൻഡ് ആയിട്ടുണ്ടാവുള്ളൂ. സെയിം ലൈഫ് കാർ ഹെയർ ബാൻഡ്. സോ അത് അത്ര ലൂസ് ആയിട്ടുണ്ടാണെങ്കിൽ ഷീ വിൽ ഓൺലി കംപ്ലൈൻറ്റ്. പിന്നെ ചില ആൾക്കാർക്ക് മെല്ലായിട്ട് ആ ഒരു വെജൈനൽ സപ്പോർട്ട് കുറവാകുമ്പോഴത്തേക്ക് യൂട്രസ് കുറച്ചും കൂടി താഴെ വരാൻ തുടങ്ങും. 2 reasons. വൺ ഇസ് ദിസ് സപ്പോർട്ട്, വൺ മോർ യൂട്രസിൻ്റെ സപ്പോർട്ട് കുറവാകാൻ തുടങ്ങും. അത്രയും പ്രാവശ്യം സ്ട്രെച്ചിങ് ആയിട്ടുണ്ടാവും. യൂട്രസ് ഒരു വയറിൻ്റെ ഉള്ളിൽ സപ്പോർട്ട്സ് ഉണ്ടാവും, ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതും ലാക്സ് ആവും. Okay, so these are all the things which can be prevented if you're taking care throughout pregnancy. The prevention better. To be frank, prevention is better. Is always better. That's there. Prevention is always better than cure. So angane vechittu during pregnancy we do advise them many things. Immediate after delivery also there are many things to take care. അത് കഴിഞ്ഞിട്ട് ആവുന്നില്ല എന്ന് കണ്ടാൽ ദെൻ യെസ് ആ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിട്ട് ആൾക്കാർ വരും. ചില ആൾക്കാർ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിട്ട് വരില്ല,
ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ മൂത്ര പോകുന്നു, ആ മൂത്രസഞ്ചി അത്രേ താഴ്ത്തിട്ടുണ്ടാവും. Basically, അത് to ഈ answer, വെജൈനൽ ഡിസ്ഫങ്ഷൻ വരുമ്പോ നമുക്ക് ഈ മൂത്രസഞ്ചി താഴുന്നത്, യൂട്രസ് താഴുന്നതൊക്കെ ഈ കാരണം കൊണ്ട് തന്നെ വരാം. ഓ, One of the reason. രണ്ടാമത് എന്താ നിങ്ങൾ ഒരു ക്വസ്റ്റൻ ചോദിച്ചില്ലേ, ഒരു പേഷ്യൻസിന് എങ്ങനെ മനസ്സിലാവും ഇത് മനസ്സിലാവും വരണം അത് വരണം എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം യെസ് ദർ ആർ സം ചില പേഷ്യൻസിന് ഡയറക്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ പാർട്ട്ണർ നമ്മൾ പറഞ്ഞ പോലെ നമ്മളോട് പറയും. പാർട്ട്ണർ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും നമുക്ക് സെക്ഷൽ മനസ്സിലാവും. പ്രോബ്ലംസ്. ബട്ട് ചില ആൾക്ക് സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇല്ല. ബട്ട് ചിലപ്പോൾ ഇപ്പോൾ വി ഫൈൻഡ് ഇറ്റ് ആക്ച്വലി. നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് ഒരു വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് വരും, അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ലാക്സിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. സോ നമ്മളത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും. സോ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്, ആ ഒരു നിങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ ക്വസ്റ്റൻ ചോദിക്കും. അപ്പോൾ പറയുമ്പോൾ അവർ പറയും. നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. കുറേ പേഷ്യൻ്റ് ഇത് അറിയില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞ പോലെ ഇത് ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് തന്നെ അറിയില്ല. ഡിഫറെന്റ് കംപ്ലൈന്റ്സ് വേറെ കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ റിക്കറന്റ് യൂറിൻ ഇൻഫെക്ഷൻ വരും ആൾക്കാർക്ക്. ഇൻഫെക്ഷൻ ആയി ഡോക്ടറെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു വന്നു, വീണ്ടും 1-2 months വീണ്ടും ഇൻഫെക്ഷൻ വരും. ബിക്കോസ് ഈ മൂത്രസഞ്ചി താഴെ വന്നത് കൊണ്ട് ആ ഒരു മൂത്രസഞ്ചിയുടെ ഓപ്പണിങ് യുറെത്ര ആൻഡ് ദി ബ്ലഡ് അതിൻ്റെ ഒരു വാൽവ് ഉണ്ടാവും, അതിൻ്റെ വ്യത്യാസമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം പ്രശ്നം വരണത്. സോ അത് റിക്കറൻറ്റ് ആ ഒരു വാൽവിൻ്റെ ലാക്സിറ്റി വരുമ്പോൾ ഇതെല്ലാം ഇൻഫെക്ഷൻസ് വേഗം റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻസ് അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കും. ക്വൈറ്റ് കോമൺ. സോ ആ കംപ്ലൈന്റിന് വരുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ വി സജസ്റ്റ് ദിസ് ട്രീറ്റ്മെന്റ്സ് ഫോർ ദം സോ ദാറ്റ് അവർക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ എന്തൊരു ബിക്കോസ് ദാറ്റ്സ് വൈ ഐ ടോൾഡ് അപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് ഹു ആർ ട്രെയിൻഡ് ഇൻ കോസ്മെറ്റിക് ഗൈനക്കോളജി അവർക്ക് ഇത് പിക്കപ്പ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ദേർ, പ്രോബ്ലം ഈസ് ദേർ. മച്ച് ഓഫ് പേപ്പേഴ്സ് എനിക്ക് കുറേ യൂറിനറി കംപ്ലയിൻസ് ആയിട്ടുണ്ട്, എന്താ റിക്കറൻറ്റ് ആയിട്ട് ഡോക്ടർ അടുത്ത് പോയിട്ട് അതിനെ നോക്കാൻ തന്നെ നമുക്ക് അത്രേ ദേ വുഡ് ഹവ് ഗോൺ. ബട്ട് ദേ വെൻ യു തിങ്ക് ഇൻ ദാറ്റ് വേ യു ഹവ് ടു തിങ്ക് ഇൻ എവറി വേ. മൂത്രസഞ്ചി ഇൻഫെക്ഷൻ കൊണ്ടുമായിരിക്കൂ, ഡയബറ്റീസ് കൊണ്ടുമായിരിക്കൂ. ബട്ട് വെൻ യു ആക്ച്വലി എക്സാമിൻ ദർ, അതാ സാർ പറഞ്ഞ പോലെ ഓൺലൈൻ തിങ്സ് ഡോണ്ട് വർക്ക്. വെൻ യു എക്സാമിൻ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ us ആസ് എ ഡോക്ടർ. ക്ലിനിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്താ വ്യത്യാസമുണ്ട്. ഇപ്പോൾ മൂത്രസഞ്ചി താഴെ വന്നിട്ടുള്ളത് വൺ ഓഫ് ദി മേജർ ഇഷ്യൂസ്, ലൈക്ക് കുറേ കംപ്ലയിൻറ്റ്സ് വരും അതിൽ. സോ ദാറ്റ് ഇസ് വാട്ട് വി ഡയഗ്നോസ് ആൻഡ് ദെൻ വി സജസ്റ്റ്. So these are the many other other thing is that if even നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ നോട്ട് റിയലി ഐഡിയലി നമ്മൾ WHO ഈവൻ ദ ഓർഗനൈസേഷൻ ഓൾസോ സജസ്റ്റ് ദാറ്റ് എല്ലാ വർഷം അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണ് ഡോക്ടറിന് കാണണം എവറി ഇയർ. ബിക്കോസ് ദർ ആർ ബ്രസ്റ്റ് ക്യാൻസർ ചാൻസ് ഉണ്ടാവും, ദർ ആർ സം അതർ ഇഷ്യൂസ് ഓൾസോ ദർ. അത് നമുക്ക് അറിയാതെ പോകും. ബിക്കോസ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ വേദന ഒന്നും ഉണ്ടാവില്ല, യു വിൽ നോട്ട്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും, അന്നോ ഇല്ലേ എങ്ങനെ മനസ്സിലാവും. ബ്രസ്റ്റ് ആൻഡ് സർവൈക്കൽ ക്യാൻസർ, വളരെ സർവൈക്കൽ ക്യാൻസർ ഇപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വരുന്നുണ്ട്. ദീസ് 2 things if detected early 100% cure. And cervical cancer is preventable. സോ ഇപ്പോൾ എല്ലാ വർഷവും നിങ്ങളത് കണ്ടുവന്നാൽ സോ ഒബ്വിയസ്ലി അത് വേഗം പിക്കപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വിത്ത് ദ ടെക്നോളജി നൗ നമ്മളത് പിക്കപ്പ് ചെയ്യാൻ ഈസിയാണ്. സോ യൂഷ്വലി നമ്മൾ സജസ്റ്റ് എസ്പെഷ്യലി ഫീമെയിൽസ് നമ്മൾ എന്താ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എവറി ഇയർ വൺസ് യു ഷുഡ് ഗോ ടു യുവർ ഡോക്ടർ, യുവർ ഫാമിലി ഡോക്ടർ ഓർ യുവർ ഗൈനക്കോളജിസ്റ്റ് ദർ. അവർക്കൊരു ചെക്കപ്പ് ചെയ്താൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതല്ല, ഫിസിക്കൽ എക്സാമിനേഷൻ ചെക്കപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് ബെറ്റർ. ബിക്കോസ് അത് വേഗം ഡയഗ്നോസ് ആവും. That is better, I feel. That is a better way. ആ രീതിയിൽ നമുക്ക് വേഗം പിക്കപ്പ് ആക്കാണ്ട് ആ രീതിയിൽ വേഗം ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഐ സജസ്റ്റ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ, എന്തൊക്കെ, അതായത് ഹു ഓൾ ഷുഡ് കം ടു യു എന്ന് ചോദിക്കില്ലേ, ആരൊക്കെയാണ് ഡോക്ടർ അടുത്തേക്ക് വരേണ്ടത് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിന്? അത് പറയാൻ വേണ്ടി കുറേ ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇഫ് യു പാർട്ട് ഇറ്റ് കുറച്ചും കൂടി നോൺ സർജിക്കൽ, കുറച്ച് വിൽ ബി സർജിക്കൽ. ഓക്കെ, സോ നോൺ സർജിക്കൽ ആകുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് മോർ കൈൻഡ് ഓഫ് സ്റ്റാർട്ട്സ് വിത്ത്, ഇഫ് യു സ്റ്റാർട്ട് വിത്ത് കോസ്മെറ്റിക് പാർട്ട് ഇറ്റ് ബി ലൈക്ക് ഡീപിഗ്മെന്റേഷൻ, അവിടെ കറുപ്പാവണത്. പെണ്ണുകളിൽ യൂഷ്വലി ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അവിടെ ബേസിക്കലി ദർ അവിടെ പിഗ്മെന്റേഷൻ വരും, പാഡ് വെക്കുന്നത് കൊണ്ടായിരിക്കും, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടായിരിക്കും, എക്സസീവ് സ്വെറ്റിംഗ്, റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. സോ അതിനെ ഡീപിഗ്മെന്റ് ലൈറ്റൻ ചെയ്യാണ്. സോ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്കുണ്ട് അവിടെ കറുപ്പാവണുണ്ടെന്നുള്ള ഒരു ബുദ്ധിമുട്ടുകൾ. സ്കിൻ ലൈറ്റനിങ് അറ്റ് ദി പെരീനിയൽ പാർട്ട്. പിന്നെ ഈ മുടി അവിടുത്തെ ഉള്ള ഹെയർ ഫോളിക്കിൾസ്, സോ അതിനെ നമ്മൾ ലേസർ ഹെയർ റിഡക്ഷൻ നമ്മൾ വേറെ സ്ഥലത്തിൽ ചെയ്യും. അണ്ടർ ആംസ് ആയിരിക്കും, ഫേഷ്യൽ ഹെയർ ആയിരിക്കും, ഹാൻഡ്സ് ആൻഡ് യു നോ ലെഗ്സ് ഓൾസോ സെയിം വേ പെരീനിയൽ ഹെയർ റിഡക്ഷൻ ക്യാൻ ബി ഡൺ. അതിന് ലേസേഴ്സ് ഉപയോഗിക്കും. സോ ദാറ്റ് ഈസ് ഫോർ 2 things. വൺ ഇസ് കോസ്മെറ്റിക് ഡെഫിനറ്റ്ലി. സെക്കൻഡ് വൺ റിക്കറൻറ്റ് ആയിട്ട് ആൾക്കാർക്ക് ഫോളിക്കുലൈറ്റിസ് വരും, റേസർ ഉപയോഗിക്കുന്നുണ്ട്, യുനോ റിക്കറൻറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫോളിക്കിൾ ഡാമേജ് ആവുന്നുണ്ട്, ഹെയർ റൂട്ട്സ്. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് അതൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. ഓക്കെ, പെരീനിയൽ ലേസർ ഹെയർ റിഡക്ഷൻ. Okay, so these 2 things goes purely into cosmetic. And then you get those things like fat reduction and fat augmentation. അവിടുത്തെ അത് ഒരു സർജിക്കൽ കൈൻഡ് ഓഫ് തിങ്, മിനിമൽ ഇൻവേസീവ് സർജറി പോലെ ലോക്കൽ കൊടുത്തിട്ടായാലും ചെയ്യാൻ പറ്റും. അവിടുത്തെ ആസ് യു ഏജ് വെജൈനൽ ഉള്ളിലല്ല, ഇപ്പോൾ വെജാന പറഞ്ഞത് പുറത്തുള്ള സ്ഥലത്ത് വെജാന അല്ല വിളിക്കുന്നത്, ആക്ച്വലി ഇറ്റ്സ് വൾവ ഓർ ദി പെരീനിയം. ഓക്കെ, സോ അവിടെയും നമുക്ക് സ്കിൻ ഷ്രിങ്കിങ് ആവും. സോ അപ്പിയറൻസ്
പുറമ്പ് കാണാനുള്ള സ്ഥലം. സോ ദാറ്റ് സ്കിൻ ഷ്രിങ്കിങ് ഓൾസോ ഹാപ്പൻസ്. അവിടുത്തെ ഫാറ്റ് കണ്ടന്റ്, കൊളാജിൻ കണ്ടന്റ് റെഡ്യൂസ്. നമ്മൾ എങ്ങനെ മുഖത്തിൽ wrinkles വരും, സെയിം വേ there. Some people are okay with it. Some people want that, you know, bubbly or the filled look. So അവിടെ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. We can do fillers. How you do lip fillers. So same way you can augment that. Seriously? Yeah. Okay. So those are the newer options which is available in that. Okay, so these are like kind of externally. Internally പോകുമ്പോൾ like the vaginal canal. ഇപ്പോൾ നമ്മൾ vaginal lax ആവണത്. So these are the reasons for even stress urinary incontinence. Means ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ പോകാനുള്ള മൂത്രം vaginal laxity കൊണ്ടുവരും. ബിക്കോസ് ബ്ലാഡർക്ക് ഒരു സപ്പോർട്ട് പറഞ്ഞാൽ മൂത്രസഞ്ചിക്ക് ഒരു സപ്പോർട്ട് ഉള്ളത് വെജൈനൽ വോളാണ്. സോ അതരുടെ ലാക്സ് ആകുമ്പോഴത്തേക്ക് ബ്ലാഡറിന്റെ ഒരു സപ്പോർട്ട് കുറച്ച് കുറവാകും. സോ ആ ഒരു പ്രഷർ പിടിക്കാനാവില്ല ബ്ലാഡർക്ക് വെൻ ഇറ്റ് ഡസൻ ഹാവ് എനി സപ്പോർട്ട്. സോ അപ്പോൾ ചുമയ്ക്കുമ്പോഴോ കൂടുതൽ ചിരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ കുറച്ച് മൂത്രം വരും. ആൻഡ് ആൾക്കാർ ഓൾമോസ്റ്റ് ഐ ക്യാൻ കോൾ 70-80% ഓഫ് ഫീമെയിൽസ് കുറച്ചും കൂടി പ്രസവിച്ച ശേഷം എല്ലാവരും 35-40 ആകുമ്പോഴത്തേക്ക് മോസ്റ്റ് ഓഫ് ദം വിൽ ഹാവ് ദിസ് കംപ്ലയിൻസ്. ബട്ട് ദേ ആർ നോട്ട് റീച്ചിങ് ഔട്ട് തിങ്കിങ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കുറേ ആവുമ്പോഴത്തേക്ക് ലൈക്ക് യുനോ പാഡ് വെച്ചിട്ടേ പോകണം, കുറച്ച് ചുമച്ചാലും പുറത്ത് വരും. അപ്പൊ ഒരു ഡോക്ടർ ബുദ്ധിമുട്ടുണ്ട്, ഇനി ഡോക്ടർ അടുത്ത് പോകണം. പക്ഷെ ഇഫ് യു കം ഇൻ ഇനീഷ്യൽ സ്റ്റേജ് സർജറി ഇല്ലാതെ ലേസറിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. When it becomes more serious, more severe, സർജറി തന്നെ വേണം. മനസ്സിലായി. അത് തുടങ്ങുന്ന സമയത്ത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുന്ന സാധനം കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഗൈനാക് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് കൊണ്ടു പ്രസവിച്ച പാട് തന്നെ ഇപ്പൊ പ്രസവിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ വെജാനൽ എന്തായാലും ലാക്സ് ആവും. പ്ലസ് യുവറുടെ പെരീനിയൽ മസിൽസ് അതും ലാക്സ് ആവും. അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറവാകും. സോ പ്രസവിച്ച പാട് നമ്മളൊരു ഹൈഫിം ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി വെൻ യു ഗോ ടു ജിം, ഐ ഡു യു ഗോ ടു ബിൽഡ് യുവർ മസിൽസ്, ടു സ്ട്രെങ്തൻ യുവർ മസിൽ. സെയിം വേ പെരീനിയം ലൈക്ക് ആ സ്ഥലത്തിൽ മസിൽസ് ഉണ്ട്, അത് വീക്കൻ ആവും പ്രസവിച്ച ശേഷം. സോ ദാറ്റ്സ് വൈ വി ടെൽ സംതിങ് കോൾഡ് കീഗിൾസ് എക്സസൈസ്. പ്ലസ് വി ഡു ഹാവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലൈക്ക് ദീസ്. യൂഷ്വലി പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം വെൻ യു ഹാവ് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഓർ ഈവൻ സിംഗിൾ പ്രഗ്നൻസി ഓൾസോ അവിടുത്തെ മസിൽസ് കുറച്ച് വീക്കാവും. ഇത് ഈസ് ആപ്ലിക്കബിൾ ഫോർ നോർമൽ പ്രഗ്നൻസി, നോൺ സി-സെക്ഷൻ. ഈവൻ സി-സെക്ഷൻ ഓർ ഡെലിവറി, നോർമൽ ഡെലിവറി ആയാലും സി-സെക്ഷൻ ആയാലും വെൻ ദ ബേബി ഈസ് ബിഗർ ലൈക്ക് അബ്ഡോമൻ ബിഗ് ആകുമ്പോൾ എങ്ങനെ അബ്ഡോമന്റെ മസിൽസ് കുറച്ച് വീക്ക് ആവും, അങ്ങനെ വെജനൽ മസിൽസും കുറച്ച് വീക്ക് ആവും. ഒബ്വിയസ്ലി നോർമൽ പ്രഗ്നൻസിക്കാർക്ക് മാത്രമല്ല ബട്ട് നോർമൽ പ്രഗ്നൻസി ഡാമേജ് വിൽ ബി മോർ ബിക്കോസ് ഈ പ്രഗ്നൻസിയിൽ ദി ഹോൾ വെയിറ്റ് വെൻ യു ആർ സ്റ്റാൻഡിങ് പെരീനിയം ഈസ് ബെയറിംഗ് ദി വെയിറ്റ്. സോ മസിലിന്റെ സ്ട്രെങ്ത് സോ ദാറ്റ് വിൽ ഗെറ്റ് എ ലിറ്റിൽ വീക്കർ. സോ ഇൻ ദാറ്റ് വേ ആ മസിൽ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നാച്ചുറലി കിഗിൾസ് എക്സസൈസ് ഉണ്ട്. ബട്ട് ദാറ്റ് എക്സസൈസ് വിൽ ബി സബ് ഓപ്റ്റിമൽ ഫോർ യുവർ മസിൽ ബിക്കോസ് അതിനെ അത്രയും പ്രാവശ്യം ചെയ്യാനൊന്നും ആവില്ല. ലൈക്ക് പെർ ഡേ 100-200. സോ അതുകൊണ്ട് ഇപ്പോൾ like something we have something like HiFM chair, this chair what you're sitting. So same way we have some electromagnetic waves coming from down, so which will contract your muscles there at a super maximal level. So our muscle contraction will strengthen your muscles. So we do recommend this after delivery so that upper damage ayadu appale adoru പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. back to recovery will be better prevention. ഭാവിയിലോട്ട് പോയിട്ട് ഇങ്ങനെ വരാത്ത പോലെ we are these are newer treatment options, so people are yet to accept it, people are yet to get aware of it. അറിയില്ല കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ്. അപ്പൊ ഈ ആഫ്റ്റർ സി സെക്ഷൻ ഓർ നോർമൽ ഡെലിവറി ഇങ്ങനെയുള്ള ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് ആ ഡെലിവറിക്ക് ശേഷം അവരുടെ ഈ ഭാഗത്തെ സ്ട്രെങ്ത് വീണ്ടെടുക്കാനായിട്ട് ഇതുപോലൊരു ചെയർ ആണോ അത്? ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് പാറ്റേൺസ് വിത്ത് കമ്പനീസ് കം, ബട്ട് ഇതുപോലെ ചെയർ തന്നെ. You don't even have to remove your clothes, just go and sit on that. There is one, there's a particular area where അതിന്റെ ട്രീറ്റ്മെന്റിന്റെ പേരെന്താണ്? HiFM, high intensity focused electromagnetic waves. So electromagnetic waves തന്നെ high intensity വരും, which causes muscle contraction. Same thing we have for abdomen muscles also. So that can be used for non-surgical weight loss also. That can be used for abdomen muscle stretch ആയിട്ടുണ്ടാവുമല്ലോ. സോ കുറേ പെണ്ണുകളിൽ 2-3 പ്രസവിച്ച ശേഷം 2-3 പ്രാവശ്യം ഗർഭിണിയായ ശേഷം അവിടുത്തെ മസിൽസ് കുറച്ച് ലാക്സ് ആയിട്ട് നിൽക്കും. For that also we have different probes which can be kept on the abdomen. അത് അവിടുത്തെ മസിലിനെ ടൈറ്റൻ ആക്കി കിട്ടാനോ സ്ട്രെങ്ത് ആക്കി കിട്ടാനോ ഹെൽപ്പ് ആവും. ഓക്കെ, അടുത്ത എനിക്ക് പ്രജ്വൽ ഡോക്ടറിനോടായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷേ ഐ തിങ്ക് വിൽ കംപ്ലീറ്റ് ദിസ്. ഈ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഇഫ് യു ആർ വില്ലിംഗ് ടു ഡു ഇറ്റ്? See, if it's normal or cesarean, 6 weeks minimum gap വേണം. Because 6 weeks is needed for your episiotomy wound to heal, your uterus കുറച്ചും കൂടി മുമ്പ് പോലെ ചെറുതായിട്ട് കിട്ടാനോ. So all this involution എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് you can start your routine exercises also, plus you can start your these kind of treatments and taking care of your muscles and things like that. Okay, അപ്പോൾ അതൊരു ഒറ്റ സിറ്റിംഗ് മതിയാവോ? No, that is in a session wise. These lasers and
electromagnetic waves therapy and things like that will usually go in like surgery ആകുമ്പോഴത്തേക്ക് വരാം സർജിക്കൽ ചെയ്യാൻ പോവാം. That's a permanent correction. But these lasers will take slowly Time, because അല്ലേ? naturally അതൊരു റീജനറേറ്റ് ആക്കിയിട്ട് കിട്ടാണ്. ഇപ്പോൾ ജിമ്മിക്ക് പോയിട്ട് ഒരു പ്രാവശ്യം പോയിട്ട് വരാനൊന്നും ആവില്ല. So that's a slow process where your muscle is getting toned, you can call muscle toning. Okay, so അതുകൊണ്ട് അതിന് സെഷൻസ് ആയിട്ട് വേണം. ഓക്കെ, ഒരു 5 to 6 സെഷൻ ഇൻ ദീസ് തിങ് മസിൽ ടൈറ്റനിങ് നമുക്ക് വേണം. ഓക്കെ, Okay, ആസ് എ കോമണർ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിന്റെ റിലേറ്റഡ്. ഏതാണ്ട് എത്ര എക്സ്പെൻസ് ആവും അതിന്? So it depends from, you know, which company machines. You know, as we know, we have average end machines also, and we have costlier machines also. Okay. Depending on that investment, your cost, and, you know, depending on those എന്നാലും ഫ്രം effective അപ്രോക്സിമേറ്റ്ലി ഫ്രം ദിസ് ടു ദിസ് എന്ന് പറയുകയാണെങ്കിൽ it can range anywhere from 5-10 to 25-30,000 also. ഓക്കെ, Okay. ഫോർ ഈച്ച് സെഷൻ ഓർ ദി ഹോൾ സെഷൻ? For each session. Each Each session. session. Each session. So That's what basically, it depends on the region where you are doing these procedures because all region will not be same. For example, if you are in Kochi, obviously it's a metro cities, the Okay. cost will be very Cost high. കൂടുതലായിരിക്കും. That's another factor. Cost of living cost is also very high. If you're going in a little smaller tier cities, obviously the cost will be less. Even though the same array machine ആണെങ്കിലും നമുക്ക് that will be same. വ്യത്യാസം ഉണ്ടാവും. Okay, I want to add actually one more thing. In cosmetic gynec, I want to add little bit. See, cosmetic gynec, we tell as a subject, it's called as old wine in new bottle. Okay. ഈ കോസ്മെറ്റിക് ഗൈനക്ക് ഉള്ള ബുദ്ധിമുട്ട് ലൈക്ക് വാട്ട് എവർ ദ പേഷ്യൻസ് ആർ കമ്മിങ് ടു us with the problems that are old problems actually. This is already നേരത്തെ there. ഉള്ളതാണ്. ഇത് കുറേ വർഷത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ്. ബട്ട് ഈ പ്രശ്നങ്ങൾ പ്രശ്നമാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. Not addressed. ബിഫോർ ഇറ്റ് വാസ് നോട്ട് ദർ. ഈവൻ ഇഫ് യു വുഡ് ഗോൺ ടു എ റെഗുലർ ഗൈനക്കോളജിസ്റ്റ് അവർ പറയും ഇത് അങ്ങനെ തന്നെയാണ് മോളെ, കുഴപ്പമില്ല, ഒന്നും ആവില്ല, ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്, ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും നിങ്ങൾ ടെൻഷൻ ഉണ്ടാവുന്നതാണ് എടുക്കേണ്ടത് എന്ന് അങ്ങനെ തന്നെയാണെന്ന് For പറയും. example, But stretch marks, it's there. അതെ. പക്ഷെ ഇപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, so lasers we ഉണ്ട്, don't, that's PRP right. ഉണ്ട്. So priority is not there from the doctor side as well because അങ്ങനെയല്ല, this was not important before. മുമ്പ് നമുക്ക് ഡെലിവർ ആവണം, കുട്ടി വരണം, that was only criteria. Now because women are into work, ഇപ്പോൾ എല്ലാ പെണ്ണുകളും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, ദേ ആർ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്, ദേ ആർ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, സോ ദേ വോണ്ട് ടു ലുക്ക് മോർ കോൺഫിഡൻറ്റ്, മോർ ബെറ്റർ. സോ ദാറ്റ്സ് വൈ ദിസ് സബ്ജക്ട് ഹാസ് കം വെരി ഫാസ്റ്റർ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞാൽ കോസ്മെറ്റിക് ഗൈനക് ഈസ് നോട്ട് സിംഗിൾ സബ്ജക്ട്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല കോസ്മെറ്റിക് ഗൈനക്. കോസ്മെറ്റിക് ഇസ് എ ടീം വർക്ക്. അപ്പോൾ അതിലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവും, ദർ വിൽ ബി വൺ ഡെർമറ്റോളജിസ്റ്റ്, ദർ വിൽ ബി പ്ലാസ്റ്റിക് സർജൻ, ദർ വിൽ ബി സൈക്കോളജിസ്റ്റ് ഓൾസോ, ദർ വിൽ ബി വൺ യൂറോളജിസ്റ്റ് ഓൾസോ. ഒരു ടീം വർക്കാണ്. ടീം വർക്കാണ് ബിക്കോസ് യു ഹാവ് ടു ഡീൽ മെനി തിങ്സ്. ബിക്കോസ് മാഡം ഹാസ് ടോൾഡ് ലൈക്ക് ഇൻ ഓൾ ടെക്നിക്കൽ വേ. ഐ വിൽ ടെൽ യു വാട്ട് ആർ ദ പ്രോബ്ലം. മെയിൻലി ആഫ്റ്റർ ദ പ്രഗ്നൻസി മെയിൻ തിങ് ഇസ് യുവർ ബ്രസ്റ്റ് ചേഞ്ചസ് വിൽ ബി ദർ ബിക്കോസ് നിങ്ങൾ പാല് കൊടുത്ത ശേഷം കുറച്ച് That goes into mommy makeover now, actually. so usually the breast will be more, so we need to see whether that can improve or not. Yes, definitely diet and exercise is a priority because India what I have seen is that the kutti janicha shesham ellara concentrate will be on the kutti. amma kaar nokkilla. And second thing, they will feed the mother so that child gets a better breast milk whatever. But ammakku exercise cheyanam, workout cheyanam aarum parayilla. സമ്മതിക്കില്ല. So this is where the 6 problem weeks ലൊന്നും happens. ചെയ്യാൻ ആരും Yes. സമ്മതിക്കില്ല. So basically they will go out of shape for another 6 to 8 months. അത് കഴിഞ്ഞ ശേഷം പിന്നെ പറയും ഞങ്ങൾ വർക്കൗട്ട് ചെയ്തു ബിക്കോസ് ഓൾറെഡി stubborn fat has gone in every area. അപ്പോൾ പിന്നെ അത് തിരിച്ച് എടുക്കാൻ ഇറ്റ്സ് നോട്ട് സോ ഈസി ഫോർ എ ഫീമെയിൽ ഓൾസോ. കീപ്പിംഗ് ദ ചൈൽഡ് നോക്കണം, ഹസ്ബൻഡ് നോക്കണം, വീട് നോക്കണം, ജോലി ഉണ്ടെങ്കിൽ ജോലി നോക്കണം, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കണം പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ ഓൾ ദിസ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഇപ്പോൾ നമ്മൾ ഡിവിഷൻ മാഡം പറഞ്ഞ പോലെ നോൺ സർജിക്കൽ ഇസ് എ സർജിക്കൽ. ഓൾ ദിസ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഇസ് മോർ ഓഫ് എ പ്രിവെൻഷൻ. ഇത് നാളെ കൂടുതൽ പോകേണ്ട പറഞ്ഞിട്ടാണ്. സോ ഫോർ എക്സാമ്പിൾ വയർ ഇത്ര വലുതാവും പ്രഗ്നൻസി ടൈം, പിന്നെ അത് ബാക്കിലേക്ക് പോകും. വെനെവർ ദ fat increases or decreases, stretch marks വരും. ഈവൻ ഇൻ ദ ബോഡി ബിൽഡേഴ്സ് ആസ് ബോഡി ബിൽഡ് ചെയ്യുമ്പോഴും സ്ട്രെച്ച് മാർക്ക് വരും, കുറവാകുമ്പോഴും സ്ട്രെച്ച് മാർക്സ് വരും. സോ ദ ട്രീറ്റ്മെന്റ് ഫോർ സ്ട്രെച്ച് മാർക്ക് ദർ ആർ സോ മെനി. ഐ എം നോട്ട് ലിങ്ക് ബെസ്റ്റ് റിസൾട്ട്സ് ബട്ട് ഡെഫിനറ്റ്ലി ദർ ഈസ് സംതിങ് കോൾഡ് PRP ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും, ദർ ഈസ് സം ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവും. ദീസ് ആർ ഓൾ നോൺ സർജിക്കൽ. നമുക്കൊരു സർജറി ചെയ്യാതെ നമുക്ക് ചെയ്യുന്നുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നോൺ സർജിക്കൽ. ആൻഡ് ആസ് മാഡം ടോൾഡ് അഗെയിൻ വെജനൽ ലാക്സിറ്റി ബിക്കോസ് ദാറ്റ് ഈസ് വെരി നോൺ സ്പോക്കൺ ഏരിയാസ് വിത്ത് ആരും സംസാരിക്കില്ല. പറയാവോ ഡോക്ടറെ? പറയാവോ? ഒരു 3-4 പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദേ ആർ നോട്ട് കംഫർട്ടബിൾ. ഇപ്പൊ ഞാൻ പറയൂ എനിക്ക് കുറേ പേഷ്യൻസ് ഇങ്ങനെ നോക്കുന്നു, പ്ലീസ് പറഞ്ഞോളൂ. ഇറ്റ്സ് ലൈക്ക് that confidence to them, only then they put it out. And second is not only for the pregnant ladies, even for the unmarried girls also. Lot of education is very low. കുറേ എഡ്യൂക്കേഷൻ നമുക്ക് ഇല്ല, കുറേ ആൾക്ക് നമുക്ക് അറിയില്ല. ഇഫ് മെൻസ്ട്രൽ സൈക്കിൾസ് കുറച്ചൊരു മിസ്സായാലും രണ്ട് പ്രാവശ്യം മിസ്സായാലും ദേ ഡോണ്ട് ബോദർ സോ മച്ച്. PCOS സംതിങ് കോൾഡ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, അവിടെ നമ്മളെ ഹോർമോണിൻ്റെ കുറച്ചൊരു വ്യത്യാസങ്ങളുണ്ടാവും. സോ നമ്മളെ മെൻസ്ട്രൽ ബ്ലീഡിങ്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദാറ്റ് യു വിൽ ഹാവ് ഫേഷ്യൽ ഹെയർസ്, you will have skin changes, you will have pimple, you will have hair loss, you will have so many issues because of that. When if you go to a dermatologist, ഇപ്പോൾ ഞങ്ങൾ സ്കിൻ ഡോക്ടറിന് പോവാം, yes definitely he will do the justice to that by only treating that pimples and hair loss.
he will never see the root cause നോക്കാൻ പോകുന്നില്ല. If you go to a plastic surgeon, he might do a transplant or he might do some some surgical procedure or something like that, but he will never go to the, so that's why we feel cosmetic gynec is one subject, because gynecologists are they are the once ഒരു പ്രാവശ്യം ഡെലിവറി പ്രഗ്നൻസി കഴിഞ്ഞാൽ patients will trust the gynecologist because they are the family doctors. Because ഇന്ത്യത്തിൽ ഒരു family doctor concept ഇല്ല. In US we have family doctor concept, but in India we don't have. ഇവിടെ ഇന്ത്യത്തിൽ always family doctors are always gynecologists. So any problem they go to them actually. Even if their husband has problems, they discuss with their doctor because they trust their doctor a lot actually. So what we thought is that we have to gynecologists, if they get educated and get a team and be a team leader, that would be much better for the treatment parts. Coming to, I told that surgical part also, no, because ഈ surgical part is basically to treat already damage ആയ സംഭവം നമുക്ക് ശരിയാക്കാനുള്ളത് സർജിക്കൽ ആണ്. ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി നോക്കി നമ്മൾ പ്രിക്കോഷൻ എടുക്കാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഇപ്പോൾ വയറ് കുറേ ചാടി വന്നിട്ടുണ്ട് പറഞ്ഞാൽ then we do liposuction, we do tummy tuck, അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് വരും. ബ്രസ്റ്റ് ആണെങ്കിൽ ബ്രസ്റ്റിന്റെ സർജറീസ് ഉണ്ടാവും. ഓർ ഇഫ് ഇറ്റ് ഇസ് വെജനൽ, we do the vaginal tightening surgeries also. ചില ആൾക്ക് again vaginal tightening surgeries പറഞ്ഞാലും why we do sometimes ചില ഫീമെയിൽസിന് nowadays they might ask for remarriage also. അപ്പോൾ remarriage ഉണ്ടാവുമ്പോൾ they want to look more, see it is not wrong to that she wants to look more confident. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും വേണ്ടി വരുമല്ലോ. So that this is a modern era. Separation and remarriage is becoming a little more commoner than what it was prior. So അങ്ങനെ it was there അല്ല മുമ്പ് ഉണ്ടായിരുന്നു, but it was not so visible. മുമ്പ് ഉണ്ടായിരുന്നു കുറേ അല്ല, in രാജമാരിൽ മൂന്ന് wife was there. No, that's not really. It was there from before also. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നല്ല, ബട്ട് ഇപ്പോൾ like even the females are also coming equal to the males. This is what I ഈ ഒരു ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ടാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഇത്ര പ്രോബബ്ലി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കോസ്മെറ്റിക് നൗ യു ഹേർഡ് ഫസ്റ്റ് ടൈം യു ടോൾഡ് നോ മേ ബി ഒരു 5 വർഷം കഴിഞ്ഞ് ദിസ് വിൽ ബി ദ വൺ ഓഫ് ദ ബൂമിംഗ് സബ്ജക്ട് ദാറ്റ് ബിക്കോസ് ആൾക്കാർക്ക് അവയർനെസ് വരും. എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോകണം എന്നുള്ള ഒരു, because now what is happening is that people don't know അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം, ബട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയില്ല. ദിസ് ഇസ് വേർ ദ പ്രോബ്ലം. ഇത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നും അറിയില്ല. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിന് പോയാലും ഇഫ് ഇറ്റ് ഈസ് ഓൾഡ് ടൈമർ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ അവർ പേര് ഇതിങ്ങനെ തന്നെ മോളെ ഇതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടും. സോ ദാറ്റ് ഇസ് വേർ ദ പ്രോബ്ലം. ആൻഡ് ഈവൻ ദാറ്റ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് പറഞ്ഞാൽ മൂത്രം നമ്മൾ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ മൂത്രം പോകുന്നത് ഇറ്റ് ഇസ് വെരി വെരി discomfort for anyone. Obviously you are going to work, if you have that അതൊരു വളരെ ഇറിറ്റേഷൻ ആണ്, സോ ഇഫ് ദാറ്റ് ഇസ് ട്രീറ്റബിൾ. അത് മുമ്പ് അല്ല, ഇഫ് ഇറ്റ് ഇസ് വെരി ഹൈ ഗ്രേഡ് യെസ് ഡെഫിനറ്റ്ലി സർജറി തന്നെ വേണം. ഇഫ് ഇറ്റ് ഇസ് എ ലോ ഗ്രേഡ്, ഇഫ് ഇറ്റ് ഇസ് ഹാപ്പനിങ് വിത്ത് വൺ സിമ്പിൾ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്, ഒബ്വിയസ്ലി അത് ചൂസ് ചെയ്യണമല്ലോ. ബിക്കോസ് ഇറ്റ്സ് ഹാർഡ്ലി ടേക്സ് ഹാഫ് ആൻ അവർ വൺ ഡേ, ഒരു ദിവസത്തിൽ ഒരു ഹാഫ് ആൻ അവർ, ആൻഡ് വീക്ക്ലി ട്വൈസ് വിട്ടൽ, ഒരാഴ്ചക്ക് 2 പ്രാവശ്യം നമുക്ക് വരാൻ പറയും. മേ ബി അറൌണ്ട് 6 times we need to come. അത്ര ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ റിസൾട്ട്സ് വരുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ഫോർ the results we get. So obviously people should choose such kind of treatments. വെരി സേഫ്, വളരെ സേഫ് ആണ്. മനസ്സിലായി. ഇപ്പൊ കോസ്മെറ്റിക് ഗൈനക്കോളജി പറഞ്ഞ പോലെ ഐ ഹാഡ് ദി സെയിം പ്രോബ്ലം വിത്ത് പ്ലാസ്റ്റിക് സർജറി. ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വൺസ് ഒരു പ്ലാസ്റ്റിക് സർജനോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്ന വളരെ കോമണേഴ്സ് ആയിട്ടുള്ള ആളുകളും പ്ലാസ്റ്റിക് സർജൻസിന്റെ അടുത്ത് പോകുന്നുണ്ട്, അവർ സർജറീസ് ചെയ്യുന്നുണ്ട്, ഫില്ലേഴ്സ് ചെയ്യുന്നുണ്ട്, ബോട്ടോക്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ മാത്രം സാധനമായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ആസ് എ പ്ലാസ്റ്റിക് സർജൻ ഇപ്പം നമ്മൾ ഇഫ് യു ലിസ്റ്റ് ഒരു മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു 5 പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഒരു ടോപ്പ് 5 പ്രൊസീജിയേഴ്സ് കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്നത് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയാം? The top 5 procedures very easily liposuction because we remove the fat. Second is rhinoplasty because of nose surgery. Surgery. Third is hair transplantation because hair growth everyone wants it. Oh, hair transplantation ഒക്കെ പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്നതാണല്ലേ? Okay, it comes under. Third is breast implants because breast in the surgeries are very very common. Fifth is vaginoplasty, vaginal tightening surgeries also. These are the 5 common surgeries we do. But yes, regional wise കുറച്ചൊരു ഡിഫറൻസസ് ഉണ്ടാവും, ഇല്ല എന്നല്ല. ബട്ട് all said and done worldwide, if you ask me worldwide, liposuction is first. Obviously liposuction നമ്മൾ എപ്പോഴും കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് is liposuction only. Again rhinoplasty second because എല്ലാവർക്കും മൂക്കിൻ്റെ ഒരു I have seen ഇവിടെ കേരളത്തിൽ most of them people are very concerned about their nose shape and nose size. That is always there. And third thing, hair transplantation, yes definitely one of the top because ഇപ്പോൾ hair transplant is done by many people. There are so much controversies also in the what is that in the medical field. കുറേ bodies we have always authorizing bodies are there like Indian Medical Association, നമ്മളൊരു associations ഉണ്ടാവും. But they are not other specialties are not supposed to do ഇങ്ങനത്തെ ഒരു പ്രൊസീജിയേഴ്സ് വേറെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പാടില്ല.
but yes. ഒരു പ്ലാസ്റ്റിക് സർജൻ ആണോ ഹെയർ Yes, ഹെയർ plastic ട്രാൻസ്പ്ലാന്റ് surgeon, yes, ചെയ്യേണ്ടത്? or dermatology who has a surgical experience, dermato-surgeons എന്ന് പറയും. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് യൂഷ്വലി യു ആർ സപ്പോസ് ടു ഡു ഇൻ ഇന്ത്യ. ഓ ആണോ? ഇന്ത്യത്തിൽ അറ്റ്ലീസ്റ്റ് വാട്ട് നമ്മൾ റൂൾസ് പ്രകാരം അങ്ങനെയാണ് ഉള്ളത്. But yes, so but in Kerala I think best is liposuction and rhinoplasty. These are two commonest procedures നമ്മൾ എപ്പോഴും കേൾക്കാനുള്ളത്. Then in a smaller procedure, like if you tell me non-surgical, ഇപ്പോൾ ഇതിൽ we have divided the surgical and non-surgical. In non-surgical top will be always for glutathione treatments because എല്ലാവർക്കും ഒരു they want to get fair. But there is a problem with that because it's a very temporary treatment. All ഈ എല്ലാ non-surgical treatments are always temporary. എല്ലാ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. You have to spend money for that. It's a extra thing. നമ്മളൊരു എക്സ്ട്രാ ഒരു ലക്ഷറിയാണ്. So it's non-surgical treatments are considered to be ഒരു ലക്ഷറി പോലെ നമ്മൾ എടുക്കേണ്ടി വരും. Probably എക്സ്പെൻസീവ് ആണ്. Second is Botox because for anti-aging wrinkles, skin wrinkles, ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്കൊരു we can use with Botox. Fillers are basically നമ്മളൊരു എല്ലാവരും കൺഫ്യൂഷൻ ആണ് because Botox and fillers both goes hand in hand. എല്ലാവരും Botox and fillers പറയുമ്പോൾ എല്ലാവരും ഓർത്ത് ഇത് രണ്ടും സെയിം ആണ് പറഞ്ഞിട്ട്. Actually Botox is basically to paralyze the muscles so that skin wrinkles are not there. ഈ നമ്മൾ സ്കിൻ wrinkles വരാതിരിക്കാൻ വേണ്ടി അവിടുത്തെ അടിഭാഗത്തെ ഒരു മസിൽസ് we just paralyze temporarily so that there will be no wrinkles there. Fillers are something നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു കണ്ടന്റ് ഉണ്ടാവും വിച്ച് ഇസ് കോൾഡ് ഹൈലോറോണിക് ആസിഡ്. അത് നമ്മൾ സാധാരണ നമ്മൾ ജോയിൻസിലോ കണ്ണിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ആണ്. ഇറ്റ്സ് എ നാച്ചുറൽ മോളിക്യൂൾ വിച്ച് ഇസ് ക്രിയേറ്റഡ് ഇൻ ദ കമേഴ്ഷ്യലി. ആ കണ്ടന്റ് വി ജസ്റ്റ് ഇംപ്രൂവ് ദ ഫേഷ്യൽ സ്ട്രക്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോസ് ഷേപ്പ് കുറച്ചൊരു ബെൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഇംപ്രൂവ് വിത്ത് ദ ഫില്ലേഴ്സ്. ഓർ ലിപ്സിന് കുറച്ച് കൂടുതൽ സൈസ് കൂടുതലാക്കണം ബേസ്ഡ് ഓൺ ദ ഡിസൈർസ് കൈൻഡ് ഓഫ് തിങ്. സോ വി ക്യാൻ യൂസ് ഫില്ലേഴ്സ്. സോ ഫില്ലേഴ്സ്, ബൊട്ടോക്സ്, then glutathione. These are the three non-surgical treatment which comes commonly. Then lasers എന്തായാലും because body has facial hairs ഉണ്ടെങ്കിൽ laser hair removal will come. See all so many things are there. Cosmetology പറഞ്ഞാൽ non-surgical treatments കുറേ treatments ഉണ്ട് and not just film stars. It was very long time before. ഈ ലൈപ്പോസെക്ഷന്റെ കാര്യം പറയുമ്പോൾ ലൈപ്പോസെക്ഷൻ ആർക്കൊക്കെ ചെയ്യാം? അത് ഈ പറഞ്ഞതുപോലെ ലൈപ്പോസെക്ഷൻ വെയിറ്റ് ലോസിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് ഉണ്ട്. അത് മിസ്കൺസെപ്ഷൻ ആണ് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. അപ്പം ആർക്കാണ് ലൈപ്പോസെക്ഷൻ ചെയ്യേണ്ടത്? ഐഡിയലി ഞാൻ നമ്മുടെ പേഷ്യൻസിന് എങ്ങനെ പറഞ്ഞാൽ ഇഫ് യു ഹാവ് ടൈം, ഇപ്പം നമുക്കൊരു ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ ഐ യൂഷ്വലി സജസ്റ്റ് ദം 3 മാസം നല്ല വർക്കൗട്ടും with what good trainer and also take a good dietitian. ഇത് രണ്ടാൾ പിടിച്ചിട്ട് you have to work out and do dietitian for the 3 months. 3 മാസം നമ്മളൊരു വർക്കൗട്ട് ചെയ്തിട്ട് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു സ്റ്റിൽ നമുക്കൊരു ചില ഏരിയാസ് നമുക്കൊരു ഷെഡ് ആക്കാൻ പറ്റില്ല. ദാറ്റ്സ് കോൾഡ് stubborn fat എന്ന് പറയും. വി കനോട്ട് ചില ഏരിയ എന്താ ചെയ്താലും പോകില്ല. അങ്ങനെ ഒരു സംഭവം ചിലർക്ക് സോ മെനി പ്രോബ്ലംസ് ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാരി ഇടുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ദേ വിൽ ഹാവ് വെരി മച്ച് പ്രോബ്ലം വിത്ത് ദിസ് ഫാറ്റ്. ഇവിടെ എല്ലാം മെലിഞ്ഞിട്ടുണ്ടാവും ബട്ട് ഓൺലി ഹിയർ അവിടെ ഒരു ഫാറ്റ് ഉണ്ടാവും. സോ ഒബ്വിയസ്ലി ദേ വാണ്ട് സംതിങ് ഫോർ ദാറ്റ്. ഫോർ എക്സാമ്പിൾ യു ഇമാജിൻ ഒരു ലേഡി ഹൂ വാണ്ട്സ് ടു ഗോ ടു ദ ഓഫീസ്, ഒരു ജോലി ചെയ്യുന്ന പെണ്ണുകളാണ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് ഫാറ്റ് ഇൻ ദ തൈ റീജൻ. നമ്മൾ ഈ ഭാഗത്തിൽ കുറേ ഫാറ്റ് ഉണ്ടെങ്കിൽ അതൊരു ട്രൗസേഴ്സ് ഇടണമെങ്കിൽ ഇറ്റ്സ് വെരി അൺകംഫർട്ടബിൾ. സോ സച്ച് ഏരിയാസ് വി ക്യാൻ ഡു വെരി ഗുഡ് റിസൾട്ട്സ് ആൻഡ് വെരി കോമൺലി ഈസ് ദറ്റ് ആഫ്റ്റർ ദ പ്രഗ്നൻസി. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യത്തിൽ വി ഡോണ്ട് ഹാവ് പ്രയോറിറ്റി ഫോർ പ്രിവെൻഷൻ ഫോർ ദ ഫാറ്റ് കാലിമിക്ഷൻ. ബിക്കോസ് പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം അമ്മക്ക് എല്ലാവരും ഫീഡ് ചെയ്യും ആൻഡ് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പോവില്ല ആൻഡ് വയർ അങ്ങനെ തന്നെ അത് കുഴപ്പങ്ങൾ അത് ഫാറ്റ് കളക്ട് ആയിക്കൊണ്ട് പോകും. സോ ഒബ്വിയസ്ലി ആ റീജൻസ് പ്രോബബ്ലി യെസ് പോസ്റ്റ് പ്രഗ്നൻസി കുറേ കോമൺ ആണ്. വി ഡു ദ ലൈപ്പോസെക്ഷൻ ആൻഡ് എവറിത്തിങ്. ബട്ട് ഈ ഒരു ഫാറ്റ് വെയിറ്റ് ലോസ് പോലെ അല്ലേ അല്ല. ഇറ്റ് ഇസ് ബേസിക്കലി ടു ഷേപ്പൻ ഇറ്റ്. എവിടെ കൂടുതൽ ഫാറ്റ് ഉണ്ട് വിച്ച് ഇസ് അത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലൈപ്പോഷൻ ചെയ്യണം. ആൻഡ് സെക്കൻഡ് തിങ്, ചില ആൾക്ക് ആ ഒരു കൺസെപ്ഷൻ ഞാൻ ലൈപ്പോഷൻ ചെയ്തു നമ്മൾ ഫാറ്റ് എടുത്തു ഇപ്പോൾ ഞാൻ ഫുള്ള് ചിപ്സ് എടുക്കാം, ഒരു വി ക്യാൻ ഗോ ഫോർ ദാറ്റ് ജങ്ക് ഫുഡ് എടുക്കാം. That is also wrong because and there are second category, they compare a gym and to the liposuction. It's not at all. It is gym is a very good thing. Workout nalladana. It's obviously it's very good. Yoga, workouts, diet, it's all nalladana. This will go hand in hand. ഇത് കോമ്പറ്റീഷൻ ആയിട്ടല്ല. ബേസിക്കലി ഇറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് ബിക്കോസ് സി ഐ ഹാവ് സീൻ സോ മെനി ഇൻഫ്ലുവൻസസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് അത് സർജറി ചെയ്യേണ്ട, വർക്കൗട്ട് മാത്രം ചെയ്താൽ മതി. നോട്ട് റിയലി. ദർ ആർ ചില പ്രശ്നങ്ങൾക്ക് സർജറി തന്നെ വേണ്ടി വരും. ചില പ്രശ്നങ്ങൾ ഡയറ്റും അല്ലെങ്കിൽ വർക്കൗട്ട് മതിയാവും. ചില പ്രശ്നങ്ങൾ രണ്ടും വേണ്ടി വരും. ഇഫ് യു കമ്പൈൻ ഓൺലി ദെൻ വിൽ ഹാവ് ബെറ്റർ റിസൾട്ട്സ്. ഇറ്റ് ഈസ് നോട്ട് കോമ്പറ്റീഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി ആ ഒരു ക്ലയൻറ്റിന് എന്താ വേണം, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ടൈം, ഡ്യൂറേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു NRI ആണ്, ഒരു മാസം മാത്രമേ ഉള്ളൂ പറയാം. then you cannot do 3 months workout ചെയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. സോ യു ഹാവ് ടു ഡു maybe surgeries. We tell them fast surgery തന്നെ ചെയ്യാൻ പറയും. വിൽ ഡോണ്ട് ടെൽ ദിസ് 3 മാസം ചെയ്യാൻ പറയില്ല. സോ ബേസ്ഡ് ഓൺ യുവർ നെസസിറ്റീസ്, ടൈം, അല്ലെങ്കിൽ എന്തെങ്കിലും വെഡിങ് ഡേ ഉണ്ട്, എന്തെങ്കിലും സംതിങ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദാറ്റ് വി കസ്റ്റമൈസ്. ഇപ്പോൾ ഏത് ടൈം നമ്മൾ സർജറി ചെയ്യണം അല്ലെങ്കിൽ വെൻ യു ഹാവ് ടു ഡു വർക്ക്.